എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടാട്ടോ താഴേക്ക് ഇറങ്ങി വരുന്നത്. കരഞ്ഞുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും അലീന വരുന്നേ കാണുന്നുണ്ടായിരുന്നേ കരഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അത് മാമച്ചായനോടും ഗ്രേസമ്മേനോടും പറയുന്നുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന താഴെ വന്ന് നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രനാണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പാലാരിവട്ടത്തു നിന്ന് വന്നവരോടാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെ അലീനനെ ഇന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ മാമച്ചായും പറയുന്നുണ്ടായിരുന്നു, അലീന പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇരുന്നതാണല്ലോ, പിന്നെ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്നെന്തായാലും അവളെ നിങ്ങളുടെ കൂടെ വിടാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, അലീന കാരണം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവളെന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അലീനേനെ വിടാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിലുള്ള പ്രശ്നം അലീന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൂടത്തല്ലേ ഉള്ളൂ, കുറയില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് കൂടണം, അത് കുറയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല എന്നൊക്കെയായിട്ട് പറയുന്നത്. അപ്പോഴേക്കും വൈജയന്തി റൂമിലായിരുന്നു. വൈജയന്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബബിതയാണെങ്കിലും ബാലേന്ദ്രൻ മുകളിലുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് ചൂണ്ടി കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം നടക്കുന്നതെന്ന് ഇങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അലീന ഇങ്ങനെ പോണോ പോണ്ടേ എന്നുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അലീനേനെ എറണാകുളത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാമച്ചായൻ ചോദിക്കുന്നുണ്ടായിരുന്നു, മനസ്സമാധാനമല്ലേ എല്ലാവർക്കും വലുത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്ക് അലീന ഇവിടെ നിൽക്കുന്നതാണ് മനസ്സമാധാനം, ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയ എൻ്റെ മനസ്സമാധാനത്തെക്കാളും വലുത് ഇവിടെ മറ്റാരുടെ മനസ്സമാധാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി പറയും, എനിക്ക് അലീന ഇവിടെ നിൽക്കുന്നതും സമാധാനക്കേടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് അങ്ങനെ മനസ്സമാധാനക്കേടുണ്ടെങ്കിൽ നിന്റെ മനസ്സമാധാനം നീ മീനച്ചിലാറ്റിൽ കൊണ്ടുപോയി ഒഴുക്കിക്കോ എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ വൈജയന്തിനോട് പറയുന്നത്. വൈജയന്തിക്കാണെങ്കിൽ അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഇവളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും, എന്തായാലും എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇനി എനിക്ക് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവളുടെ അനുവാദം പോലും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിനോട് പറയും, അതൊക്കെ അങ്ങ് കൊല്ലപ്പള്ളിയിൽ പോയിട്ട് എടുത്താൽ മതി, ഇവിടെ എൻ്റെ വീട്ടിൽ അത് വേണ്ട എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നീട് മാമച്ചായനാണെങ്കിലും അത് കഴിഞ്ഞ് അലീനയോടാണെങ്കിൽ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഇന്ന് എറണാകുളത്തിന് പോകാമെന്ന് സമ്മതിച്ചതല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് പോകാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും കുറയ്ക്കാനുണ്ടെങ്കിൽ നീ അവളോട് കുറയ്ക്കാൻ നിൽക്കണ്ട, എന്നോട് കുറച്ചോ, അവളുടെ നേരെ ഒരു ചെറു വിരൽ പോലും അനക്കരുത് എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാതെ അങ്ങനെ വൈജയന്തി ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. മാമച്ചായൻ വീണ്ടും ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, അലീനേനെ ഞങ്ങളുടെ കൂടെ വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പോവായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും മാമച്ചായനോട് ചോദിക്കുകയാണ്, അലീനേനെ നിങ്ങളുടെ കൂടെ വിടാം, എന്നാൽ രേവതിക്കുട്ടീനെ ഇവിടെ നിർത്തുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അത് പറ്റില്ല, ഒരു ദിവസം പോലും അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ പിന്നെ അലീനേനെ നിങ്ങളുടെ കൂടെ വിടാനും പറ്റില്ല, നിങ്ങൾക്ക് പോവാം, എന്തായാലും അലീന എറണാകുളത്തിന് വരും, ഇന്നല്ല പിന്നീട് വരും എന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും അലീനയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നൂടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മേനോട് അലീന പറയുകയാണ്, എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല ആൻറ്റി, ബാലേന്ദ്രൻ സാറ് സമ്മതിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല, അതിന് കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് നിങ്ങളോട് ഫോണിലൂടെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന എന്തായാലും വരില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാമച്ചായനും ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട് കേട്ടോ അലീന അവരുടെ കൂടെ പോവാത്തതിൽ. നമുക്ക് ഇറങ്ങാമെന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചായനും അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഞാൻ എന്നെ സമാധാനം പറയും ചേച്ചി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്കും ആകെ വിഷമമാണ്. അവർ പോകാൻ ഇറങ്ങി കുറച്ച് ദേഷ്യത്തിലൊക്കെ തന്നെയാണ് കേട്ടോ മാമച്ചായനും ഗ്രേസമ്മയും നിൽക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, നീ ഒറ്റൊരുത്തി കാരണമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാം, എനിക്കിങ്ങനെ ഇവിടുന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇങ്ങനെ ബാലേന്ദ്ര സാറ് സമ്മതിക്കാതെ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്തും അവർക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ മുഖത്തൊക്കെ. അപ്പോൾ അലീന വീണ്ടും ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, സോറി അങ്കിളെ, സോറി ആൻറ്റി എന്നൊക്കെ അവരോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ ഫോണിലൂടെ പറയാം എന്ന് പറയും. എന്തായാലും അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണേ.
ഇതേ സമയത്ത് ബാലചന്ദ്രനാണെങ്കിലും ബാൽക്കണിയിൽ ഇവർ ഇങ്ങനെ പോകുന്നതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രേസമ്മയാണെങ്കിലും മുകളിലേക്ക് നോക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ മാമച്ചായനെ വിളിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ മാമച്ചായനും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും അവർ യാത്രയൊക്കെ പറഞ്ഞ് പോയി. അവർക്കും ഇങ്ങനെ അലീന അവരുടെ കൂടെ പോവാതെ നിന്നതിൽ ഇങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ദേഷ്യത്തിലും പരിഭവത്തിലൊക്കെ തന്നെയാണ് അവരും തിരിച്ചു പോയത്. പിന്നീട് അലീനയാണെങ്കിലും അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അലീനയും അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ബാലേന്ദ്രനെ മുകളിൽ കാണുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് എന്തോ പേടിയോ എന്തൊക്കെയുണ്ട് കേട്ടോ. ആകെ സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ബബിതയും രോഹിത്തും വൈജയന്തി എല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്നിട്ട് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. വൈജയന്തി ആണെങ്കിലും അവൾക്ക് മാന്യമായിട്ട് ഇറങ്ങി പോകാൻ കിട്ടിയൊരു അവസരമായിരുന്നു, അതും കളഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് അവൾ, നാണില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നേ. അലീന പോവാത്തതിൽ വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നിന്നെ ഇവിടുന്ന് എന്തായാലും അടിച്ച് പുറത്താക്കും, എൻ്റെ ആങ്ങളമാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ അലീനയോട് വീണ്ടും പറയുന്നുണ്ടായിരുന്നേ. അലീന എല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നാണല്ലോ. അതെല്ലാം ഹോളിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ പോവാണ്. അത് കഴിഞ്ഞ് പിന്നീട് കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും എത്തുന്നുണ്ട്. 2 വണ്ടിയിലാണ് കേട്ടോ അവർ വന്നിട്ടുള്ളത്. കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ അവർ വന്ന് അകത്തേക്ക് കയറുന്നു. അവർ വരുന്ന കാണുമ്പോൾ തന്നെ അലീനയാണെങ്കിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ഡോറിന് തട്ടി അച്ഛാന്ന് വിളിക്കും. അപ്പോൾ അലീനയാണെങ്കിലും ആകെ പേടിയോടുകൂടിയാണ് കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ വന്നിട്ടുണ്ട് എന്ന് പറയും. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരെയെന്ന്. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, അവർ ഒരുപാട് പേരുണ്ട്, അച്ഛൻ താഴേക്ക് പോകണ്ട കേട്ടോ, അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഇടിച്ച് കയറി വരും, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പോലീസിലെ അറിയിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ 100-ലൊന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ, വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി എന്നാട്ടോ പറയുന്നത്. എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഡീസൻ്റ് ആയിട്ട് പോകാമെന്ന് പറയും. എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകും കേട്ടോ. പിന്നീട് അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറുന്ന സമയത്ത് ബബിതയും രോഹിത്തും ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിട്ടാണ് നിൽക്കുന്നത്. വൈജയന്തിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അത്രയും ആൾക്കാരൊക്കെ കാണുമ്പോൾ. കൃഷ്ണമോളെ കാണാത്തതുകൊണ്ട് തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളെ എവിടെയെന്ന്. അപ്പോൾ വൈജയന്തി പറയും അവൾക്ക് കുറച്ച് ക്ലാസ് മിസ്സായതുകൊണ്ട് അവൾ സ്കൂളിൽ പോയി എന്ന് പറയും കേട്ടോ. എന്നിട്ട് ശിവൻ ചോദിക്കുകയാണ് അലീന ഇല്ലേ എവിടെയെന്ന്. അപ്പോൾ അലീന ഇവിടെ ഉണ്ട് എന്ന് പറയും. അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് കുറച്ച് ഫ്രോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു, എന്തായാലും അവൾ അവരുടെ കൂടെ പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ പോവാതിരുന്നത് എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയാണ് അവളെ ബാലേന്ദ്രൻ മുകളിലേക്ക് വിളിപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അപ്പോൾ അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു അവൾ പോവാന്ന് വെച്ചാലും ബാലേന്ദ്രൻ അവളെ വിടില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അതല്ലേ ഇവിടുത്തെ പ്രശ്നം എന്ന്. അപ്പോൾ കമല പറയും അലീനയ്ക്ക് ഏത് പാതിരാത്രിക്കും ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് കടന്നു ചെല്ലാം, അത് അയാൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് വൈജയന്തി കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കാനൊന്നും വേണ്ട, ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാനൊന്നല്ലല്ലോ വന്നത്, അത് പിന്നീടാവാം, നീ ബാലേന്ദ്രനെ വിളിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിതനോട് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ബബിത ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ പോലും പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും പറയാണ് മോളെ അച്ഛനെ വിളിക്കുകയെന്ന് പറയും. എന്തായാലും പിന്നീട് ബബിത മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെല്ലുന്ന സമയത്ത് അലീന ഭയങ്കര ടെൻഷനോടുകൂടി റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ. അപ്പം ബബിത ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുക, അപ്പോൾ കയറി വാന്ന് പറയും. എന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം അച്ഛനോടൊന്ന് താഴേക്ക് വരുമോ എന്ന് ചോദിച്ചു എന്നിങ്ങനെ ബബിത പറയുമ്പോൾ ആരെയെന്ന് ബാലേന്ദ്രൻ ചോദിക്കട്ടെ. അപ്പം അങ്കിളെന്ന് പറയും. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞേക്കെന്ന് പറയും. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ താഴേക്ക് പോവാണ്, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഡോർ അടച്ച് ലോക്ക് ചെയ്തോണം, ആര് വന്ന് വിളിച്ചാലും ഡോർ തുറക്കണ്ട, ഞാൻ വന്ന് വിളിച്ചിട്ട് മാത്രം ഡോർ തുറന്നാൽ മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ അലീന റൂമിലേക്ക് കയറി ആകെ ടെൻഷനോട് കൂടി ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അലീനനെ ബാലേന്ദ്രൻ മകളായിട്ട് ദത്തെടുക്കാനുള്ള കാരണമൊക്കെ അവരോട് പറയാണ്. അലീനയ്ക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയുടെ അച്ഛൻ എന്തായാലും ബാലേന്ദ്രനല്ല മറ്റേതോ പുരുഷനാണ്, അലീനയുടെ അമ്മ ഏതോ ഒരു വഞ്ചകിയായ സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നീട് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മയുടെ സന്തോഷം തന്നെയാണ് വലുതെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ രാജീവനും ബാലേന്ദ്രനും തമ്മിൽ തർക്കം നടക്കുമ്പോൾ രാജീവിൻ്റെ കരണത്ത് ഒരെണ്ണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏകാധിപത്യമാണ് ഇനി ഇവിടെ, അലീനയുടെ പേരും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്ക് അങ്ങ് കയറി പോകുമ്പോൾ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ വൈജയന്തിയും കൊല്ലപ്പള്ളിക്കാരും. പിന്നീട് അലീനനെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്.